എല്ലാവർക്കും നമസ്കാരം. ഞാൻ റമീസ് അലി. വെളിച്ചത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ആരും നിഷേധിക്കാൻ സാധ്യതയില്ല. വിസിബിൾ ലൈറ്റാണ് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. വിസിബിൾ ലൈറ്റ് എന്ന ആശയത്തിലുപരി നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വന്നു, അല്ലെങ്കിൽ മനസ്സിലേക്കൊരു വെളിച്ചം വന്നു, നമ്മുടെ ജീവിതത്തിലൊരു വെളിച്ചമായി എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പാരസൈറ്റ് എന്ന മൂവി എല്ലാവരും കണ്ടു കാണും. ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ രണ്ട് ഫാമിലീസ് ഉണ്ട്, കിം ഫാമിലി, പാർക്ക് ഫാമിലി. അതിൽ ഈ രണ്ട് കുടുംബത്തിൻ്റെ കഥയാണ് പാരസൈറ്റ് സിനിമ. അതിൽ കിം ഫാമിലിയുടെ വീട് ഒരു സെമി ബേസ്മെൻറ്റ് അപ്പാർട്ട്മെൻ്റ് ആണ്. അതായത് ഒരു ചെറിയ ഒരു സെമി ബേസ്മെൻ്റ് ആയിട്ട്, അതായത് ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെ പകുതി ഭാഗം, ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ പകുതി ഭാഗം എന്ന രീതിയിലുള്ള ഒരു സെമി ബേസ്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റിലാണ് കിം ഫാമിലി ജീവിക്കുന്നത്. സിനിമയിലെ ഒരു സീനിൽ രണ്ട് സഹോദരങ്ങൾ, അതായത് കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങൾ മൊബൈൽ നോക്കുന്നത് നമുക്ക് കാണാം. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വൈഫൈ ലഭിക്കാനാണ് അവരവിടെ ഇരുന്ന് ട്രൈ ചെയ്യുന്നത്. ആ കുടുംബത്തിൻ്റെ ആ ഒരു അവസ്ഥ നമുക്ക് ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ദാരിദ്ര്യത്തിലാണ് കിം കുടുംബം അല്ലെങ്കിൽ കിം ഫാമിലി ജീവിക്കുന്നത്. അവർക്ക് അവരുടെ ഈ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് വെളിച്ചം ലഭിക്കുന്നുണ്ട്. അതായത് ഒരു സെമി ബേസ്മെന്റ് അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായി അവർ പടുകുഴിയിലേക്ക് വീണിട്ടില്ല. ചെറിയ രീതിയിൽ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത്. എന്നെങ്കിലും ഈ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കുടുംബമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ഡയറക്ടറും ഇവിടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. സിനിമയിലെ രണ്ടാമത്തെ ഫാമിലി ആയിട്ടുള്ള പാർക്ക് ഫാമിലി, ഇവർ ജീവിക്കുന്ന ഒരു വലിയ വീട്ടിലാണ്. ലക്ഷറിയസ് ആയിട്ടുള്ള ഒരുപാട് വെളിച്ചമൊക്കെ ലഭിക്കുന്ന ഒരു വലിയ വീട്ടിൽ. ഇവിടെ നമുക്കൊരു കൾച്ചറൽ ഡിഫറൻസ് കാണാം. കിം ഫാമിലിയും പാർക്ക് ഫാമിലിയും തമ്മിലൊരു കൾച്ചറൽ ഡിഫറൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാവപ്പെട്ടവന് കുറച്ച് വെളിച്ചം ലഭിക്കുന്നു, പണക്കാരന് കൂടുതൽ വെളിച്ചം ലഭിക്കുന്നു. ഇത് ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആർക്കിടെക്ചർ ഓഫ് ഇനിക്വാലിറ്റി, അസമത്വത്തിൻ്റെ വാസ്തുവിദ്യ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. അതുകൊണ്ട് തന്നെ വെളിച്ചം ഒരു പ്രതീക്ഷയാണ്, വെളിച്ചം ഒരു ഊർജ്ജമാണ്. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചത്തിനുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്ലംസ്, അതായത് ചേരി പ്രദേശങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ ജനങ്ങൾ തിങ്ങി പാർക്കുന്നതാണ്. വളരെ അടുത്തടുത്ത വീടുകളിൽ, ചെറിയ വീടുകളിൽ പ്രോപ്പറായിട്ടുള്ള വിൻഡോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ തന്നെ, അതായത് വീടിനകത്തേക്ക് എന്തായാലും വെളിച്ചം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വെളിച്ചത്തിൻ്റെ അഭാവം നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരുപാട് ജനങ്ങളെയും നമുക്കവിടെ കാണാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ പാവപ്പെട്ടവന് ഫ്രീ ആയിട്ട് ഭൂമിയിൽ ലഭിക്കുന്ന സൂര്യ വെളിച്ചം പോലും നിഷേധിക്കപ്പെടുന്നു. എല്ലാ രീതിയിലും ആ ഒരു വിഭാഗം ജനങ്ങൾ അടിച്ചമർത്തപ്പെടും. അവിടെ ജാതി മതം എന്നൊന്നുമില്ല. അവിടെ പണക്കാരൻ പാവപ്പെട്ടവൻ എന്ന വേർതിരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നാച്ചുറൽ ലൈറ്റിംഗ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് രണ്ടും നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്നതാണ്. നമ്മൾ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികൾ അല്ലെങ്കിൽ പുതിയ കാലത്ത് നിർമ്മിച്ച അമ്പലങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ ഒരുപാട് വെളിച്ചം ലഭിക്കത്തക്ക രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യാറുള്ളത്. സൂര്യ വെളിച്ചം മാക്സിമം ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ വാസ്തുവിദ്യ ചെയ്യുന്നത്. ഇവിടെ വെളിച്ചം ദൈവവും ജനങ്ങളും തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെ പ്രതിനിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വിശ്വാസികൾക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകാനായിട്ട് ഇത് സഹായിക്കും. നാച്ചുറൽ ലൈറ്റ് മാക്സിമം ലഭിക്കുന്ന രീതിയിലായിട്ടാണ് നമ്മൾ വീട് നിർമ്മിക്കേണ്ടത്. നമ്മൾ വീടിനകത്ത് പർട്ടിക്കുലർ പാറ്റേൺസ്, ഷാഡോസ് ഒക്കെ ആയിട്ടൊക്കെ കൊണ്ടുവരാനും അതൊരു ഡെക്കോറായിട്ട് ആക്ട് ചെയ്യാനൊക്കെ നാച്ചുറൽ ലൈറ്റിംഗ് സഹായിക്കും. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ടെക്സ്റ്റേഴ്സ്, കളേഴ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെ മൂഡിനെ, നമ്മളെ മനസ്സിനെ ഒക്കെ സ്വാധീനിക്കുന്നതാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഇമ്പോർട്ടൻസ് ഡിസൈനിങ്ങിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.